കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഒരു വിശദീകരണം വരുന്നത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജീവനക്കാരനായി VA ബാലുവിനെ തന്നെ നിയമിക്കും എന്നാണ്. ജോലിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നേരിട്ടോ എന്ന് ബാലുവിനോട് അന്വേഷിക്കും. ജാതി അധിക്ഷേപം തെളിഞ്ഞാൽ തന്ത്രിമാർക്കെതിരെ നിയമ നടപടിയുണ്ടാകുമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയർമാൻ CK ഗോപി പറഞ്ഞു. ജാതിപരമായിട്ട് ആക്ഷേപിച്ചെന്നുള്ള രീതിയിൽ എന്തെങ്കിലും പരാതി രേഖാമൂലം ലഭിച്ചാൽ അതിനാവശ്യമായിട്ടുള്ള നിയമപരമായ നടപടികൾ തന്ത്രിമാരാണെങ്കിൽ തന്ത്രിമാർ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരാണെങ്കിൽ അവരുടെ പേരിൽ എത്രയും പെട്ടെന്ന് അവരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കും ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റി. സർക്കാർ അപ്പോയിൻമെൻറ്റ് ചെയ്ത അല്ലെങ്കിൽ KDRB റിക്രൂട്ട്മെൻറ്റ് നിയമിച്ച ആ പോസ്റ്റിലേക്ക് തന്നെ നിയമിക്കാനുള്ള തീരുമാനങ്ങളുമായിട്ടാണ് മാനേജ്മെൻറ്റ് കമ്മിറ്റി മുന്നോട്ട് പോകുള്ളൂ. സർക്കാരിൻ്റെ ഉത്തരവുകൾ അതേപടി തന്നെ നടപ്പിലാക്കും, അതിൽ യാതൊരു സംശയമില്ല. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, എങ്ങനെയാണ് ഓഫീസിൻ്റെ ടെൻഡറായി മാറ്റി നിയമിക്കാൻ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയത്? എന്തുകൊണ്ടാണ് എന്നതാണ് ഇപ്പോൾ ഇതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും പങ്കില്ല എന്ന തരത്തിലേക്കാണ് അവർ പറയുന്നത്. എന്ന് ഇദ്ദേഹത്തെ തിരികെ നിയമിക്കും എന്ന് കൃത്യമായി പറയുന്നുണ്ടോ ദേവസ്വം ബോർഡ്? ദേവസ്വം ബോർഡ് ചെയർമാന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന അനുജ 2 മാസക്കാലം ഏത് ജോലിയിൽ വേണമെങ്കിലും പുതിയതായി നിയമിക്കുന്നവരെ മാറ്റി ഡ്യൂട്ടിയിൽ നിയമിക്കാനുള്ള അധികാരം കൊച്ചിൻ ദേവസ്വം ബോർഡിനുണ്ട്, അതിന്റെ മാനേജിംഗ് കമ്മിറ്റിക്കുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഈ ചെയർമാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു മാറ്റം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ജാതി വിവേചനത്തിന്റെ പേരിലുള്ള മാറ്റമല്ല VA ബാലുവിന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗികമായ വിശദീകരണം. അതിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജാതി വിവേചനം ബാലുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ബാലുവിനോട് തന്നെ രേഖാമൂലം വിശദീകരണം ചോദിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇപ്പോൾ അതിന്റെ മാനേജിംഗ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ബാലു അവധി കഴിഞ്ഞ് തിരികെ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഈ വിശദീകരണം തേടും. അങ്ങനെ ഏതെങ്കിലും തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നത് കഴകക്കാരനായിട്ടാണ് എന്നതാണോ ദേവസ്വം ബോർഡ് പറയുന്നത് അശ്വിൻ? അത് മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് ശേഷമായിരിക്കും ഏത് ജോലിയിൽ തിരികെ പ്രവേശിക്കും, ഏത് തസ്തികയിൽ തിരികെ പ്രവേശിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി എന്നുള്ള കാര്യം കൂടി ഉറപ്പിച്ച ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. സർക്കാർ തീരുമാനം എന്തോ അത് അതേപടി നടപ്പാക്കുമെന്ന് കൂടി ദേവസ്വം ബോർഡ് നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തിരികെ പ്രവേശിക്കുന്നത് ഏത് തസ്തികയിലാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരി, കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജീവനക്കാരനായി VA ബാലുവിനെ നിയമിക്കും എന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉറപ്പ് നൽകുന്നു. പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ എന്ന് ബാലുവിനോട് നേരിട്ട് അന്വേഷിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ തന്ത്രിമാർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും എന്നുള്ളതുമാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം.